പ്രിയപ്പെട്ട ഏവരെയും ചാനൽ ആംബുലൻസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഓൾബർട്ട് നാഗൽ 1867 1921 വരെ ജീവിച്ച, ജർമ്മനിയിൽ ജനിച്ച് ലൂതറൻ ഇവാഞ്ചലിസ്റ്റായി ഇന്ത്യയിൽ മലബാർ മേഖലയിൽ എത്തി. പിന്നീട് ബ്രദറൻ സഭയുമായി ചേർന്ന് ജീവിച്ച് മരിച്ചുപോയ ഒരു വ്യക്തിയാണ് നാഗൽ സാഹിബ് എന്ന് പറയുന്ന ഓൾബർട്ട് നാഗൽ. അദ്ദേഹം ഏറെക്കുറെ ക്രൈസ്തവ ലോകത്തിൽ മാത്രമല്ല അക്രൈസ്തവരുടെ ഇടയിലും പ്രസിദ്ധനാണ്. കാരണം ഇങ്ങനെ മലയാളത്തിൽ പറയാറുണ്ട്, ചിലർ വരുന്ന ചരിത്രത്തിന് വഴിത്തിരവാകുമ്പോൾ, ഒരു ടേണിംഗ് പോയിന്റ് ആകുമ്പോൾ മറ്റു ചിലർ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്നവരായി മാറും. അതിൽ ഒരാളാണ് ഈ ജർമ്മനിയിൽ ജനിച്ച് മലയാളത്തിൽ വന്ന് ഏകദേശം 5 വർഷങ്ങളെടുത്ത് മലയാള ഭാഷ, അന്നുണ്ടായിരുന്ന മലയാള ഭാഷ നന്നായി പഠിച്ച് പല പുസ്തകങ്ങൾ എഴുതി, അതോടൊപ്പം 20ലധികം ഗാനങ്ങൾ എഴുതി, തന്നെ ഹാർമോണിയത്തിൽ സ്വയം ട്യൂൺ ചെയ്ത ഇന്നും പ്രസിദ്ധമായ പല ഗാനങ്ങളുണ്ട്. അത് നമ്മൾ ഇന്നും ക്രൈസ്തവരിന്നും ആരാധനയിലും അല്ലാതെയും കൺവെൻഷൻ മേഖലയിലും ക്രൈസ്തവ കൂട്ടങ്ങളിൽ പാടുന്ന ഒരു ഗാനമാണ്. പലതും അതിൽ ഏറ്റവും പ്രസിദ്ധമാണ് 21ലധികം ഭാഷകളിലേക്ക് മൊഴിമാറ്റം അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത പ്രസിദ്ധമായ ഒരു ഗാനമാണ് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുമ്പോൾ എന്ന ഗാനം. അത് എഴുതാനുള്ള കാരണമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. 1893 കണ്ണൂരിലെത്തിയ നാഗൽ കുന്നംകുളം മുതൽ മലബാർ മേഖലയിൽ വരെ മിഷണറിയായി പ്രവർത്തിച്ചു. ഈ കാലത്താണ് അദ്ദേഹം മലയാള ഭാഷ പഠിക്കുന്നതും. ഇവിടെ മലയാളികളായതുകൊണ്ട് മലയാളികളുമായി സഹവർത്തിത്വം ഇഷ്ടപ്പെട്ട അദ്ദേഹം അങ്ങനെ മലയാളം പഠിച്ചു. മലയാളത്തിൽ പ്രസംഗിക്കുകയും പാടുകയും ചെയ്ത നാഗൽ സാഹിബിനെ ജാതി മത വ്യത്യാസമില്ലാതെ കുന്നംകുളത്തും മലബാറിലുള്ളവരൊക്കെ അവർക്ക് പ്രിയങ്കരനായി മാറി എന്നതും ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇത് മതം മാറ്റിയതാണെന്ന് ചില ഹൈന്ദവ സംഘടനകൾ അവകാശപ്പെടുന്നവരല്ല എന്നുകൂടെ ചിലത് തെളിയിക്കാനാണ് ഞാൻ ഈ ചരിത്രപരമായി കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ പാട്ടുകൾ എഴുതുമ്പോൾ അതിൻ്റെ കാരണമുണ്ട്. 1898 കുന്നംകുളത്തിനടുത്ത് വളയംകുളം എന്ന സ്ഥലത്ത് നിന്നും കാളവണ്ടിയിൽ കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുന്ന വേളയിൽ ഈ കാളവണ്ടിയിൽ ഇരുന്ന് പെൻസിൽ കൊണ്ട് എഴുതിയ ഒരു ഗാനമാണ് ഈ പ്രസിദ്ധമായി തീർന്ന ഈ പാട്ട്. ഇതുകൂടാതെ അനവധി പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ പാട്ടിൽ ഏറ്റവും പ്രസിദ്ധമാണ് ഈ പാട്ട്. കോളറ പിടിച്ച് അനേകം വ്യക്തികൾ മരിച്ചു വീഴുന്ന കണ്ട് ദുഃഖിതനായ ഈ നാഗൽ സാഹിബ് അദ്ദേഹം തൻ്റെ ദുഃഖം ഒരു പാട്ടായി എഴുതി തീർത്തതാണ് ഈ സമയമാം രഥത്തിൽ എന്നുള്ള പാട്ട്. ഇത് ശവസംസ്കാര ഗാനമല്ല. ഞാൻ എൻ്റെ 3ാം പുസ്തകത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പുസ്തകം പൊരുളും തെളിവ് എന്ന 3ാമത്തെ പുസ്തകത്തിൽ അടിസ്ഥാന വേദോപദേശ പഠനങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രൈസ്തവ മേഖലകളിലെ ഗാനങ്ങളും അതിൻ്റെ ഗുണദോഷങ്ങളും താല്പര്യമുള്ളവർക്ക് ഞാൻ നൽകുന്ന നമ്പറിൽ വിളിച്ചാൽ കോപ്പി അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് ശവസംസ്കാര ഗാനമല്ല, നേരെ തിരിച്ച് മരണത്തിലും കൈവിടാത്ത ദൈവത്തിലുള്ള പ്രത്യാശയുള്ള ഭക്തന്മാർക്ക് പാടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അതിൻ്റെ പല വരികളും മരിച്ചു കിടക്കുന്നവർക്കുള്ളതല്ല. അല്പം വിശപ്പിന് സ്വല്പ വെള്ളം ദാഹിക്കാൻ മരിച്ചു കിടക്കുന്നവർക്ക് വിശപ്പും ദാഹമൊന്നുമില്ലല്ലോ. മരിച്ചവർക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം എഴുതിയെന്നൂടെ ഇത്തരത്തിൽ ഓർപ്പിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ 128 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഭംഗിയും ചൈതന്യവും ആശയവും അർത്ഥവും നഷ്ടമായില്ല എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. നാഗലിൻ്റെ ആദ്യത്തെ പുസ്തകം എന്നത് ക്രിസ്ത്യൻ ബാപ്റ്റിസം എന്നാണ്. അതിനുശേഷം അദ്ദേഹം പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. 1970 സേതുമാധവന്റെ സംവിധാനത്തിൽ ദേവരാജന്റെ നേതൃത്വത്തിൽ അരനാഴിക നേരം എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ പാട്ട് സിനിമയിൽ വന്നതോടെയാണ് കേരളത്തിൽ പ്രസിദ്ധമായി തീർന്നത്. അതുപോലെ മറ്റൊരു ഗാനമാണ് 18ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു ഭക്തിഗാനമാണ്
പിന്നീട് ടൈറ്റാനിക് സിനിമയിൽ ആ ഗാനം വന്നപ്പോഴാണ് പലരും ആ പാട്ട് അറിയുന്നതും ഇത് ക്രൈസ്തവ ഗാനമാണെന്നും. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ ഉപയോഗിച്ചിരുന്ന പാട്ടായിരുന്നത്. അതുപോലെ ഒരു പ്രസിദ്ധമായ പാട്ടായി തീരുവാൻ ഇടവ് വന്നതാണിത്. ചില ഒന്ന് രണ്ട് വരികൾ വരാൻ മാറ്റം വരുത്തിയെങ്കിലും കാതലായ നഷ്ടം വന്നില്ല. സ്നേഹത്തിലിടയനാം യേശുവേ, വഴിയും സത്യവും നീ മാത്രമേ, ജയം ജയം കൊള്ളുന്നാം, ജയം കൊള്ളുന്നാം, ദൈവത്തിൻ്റെ ഏകപുത്രനാം എന്നുള്ളവരെയും, യേശുവേ യേശു വരും വേഗത്തിൽ, ആശ്വാസം, ഇങ്ങനെ അനവധി പാട്ടുകൾ, അർത്ഥപുഷ്ടമായ പാട്ടുകൾ എഴുതി ചേർന്ന് മലയാള ഗാനരചനയ്ക്ക് ഉപോത്ഘടകമായി തീർന്ന, വിശുദ്ധനായി തീർന്ന ഒരു മൺമറഞ്ഞു പോയ വ്യക്തിയെ നമുക്ക് ഓർക്കാം, നാഗൽ സാഹിബ്.